ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊന്ന് ബുഗാട്ടി പ്രസ് ചെയ്താൽ പോയാലോ എന്ന് ആലോചിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. ഇതാണ് ആ ഷോപ്പ്. ഇവിടെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് ഗോൾഡ് അല്ല, സിൽവർ ടൈറ്റാനിയം എന്ന് പറയുന്നതാണ്. ആദ്യം അവരൊരു ക്രീം ഇടും. ആ ഒരു ക്രീം ഇട്ട് 2 minutes കഴിഞ്ഞിട്ടാണ് അവർ പ്രസ് ചെയ്യുന്നത്. ആ ക്രീം ഇടുന്നതിന് ശേഷം നമുക്ക് പെയിൻ അറിയാതിരിക്കാമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു അത് ചെയ്ത സമയത്ത്. ഞാനിങ്ങനെ ആ സിറിഞ്ചൊക്കെ എടുക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായിപ്പോയി. ഫസ്റ്റ് അവർ മാർക്ക് ചെയ്തപ്പോൾ എനിക്കത് അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. ഞാൻ പിന്നെ കുറച്ചുകൂടെ താഴേക്ക് മാർക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ താഴേക്ക് മാർക്ക് ചെയ്യുന്നതാണ് രണ്ടാമത്. കാരണം നമുക്ക് ചെയ്യുമ്പോൾ മുടി കുരുങ്ങരുതല്ലോ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് അവർ മാർക്ക് ചെയ്യുന്നത് മുടി ഇങ്ങനെ ഉടക്കുമെന്ന് തോന്നി. അങ്ങനെ അത് മായ്ച്ച് കളഞ്ഞിട്ട് രണ്ടാമത് മാർക്ക് ചെയ്ത് ഓക്കെ ആയി. അതുമായിട്ട് ഓക്കെ ആയി. പിന്നെ ഞാൻ ചോദിച്ചു എത്ര ടൈം എടുക്കും ഇത് ഹീലാവാൻ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഏകദേശം 2 months അവർ പറഞ്ഞത്. പിന്നെ ഓരോരുത്തരുടെ ബോഡിയുടെ അനുസരിച്ചാണെന്ന് പറഞ്ഞു. എനിക്ക് അവർ ആ സിറിഞ്ച് എടുക്കുന്ന കണ്ടപ്പോൾ തന്നെ ഭയങ്കര ടെൻഷനായിപ്പോയി. എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഞാൻ അവരോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു പെയിൻ എടുക്കുമോ എന്ന്. അങ്ങനെ ഒരു കണ്ണു അടിച്ച് ഒരൊറ്റ പ്രസ്സിൽ അത് പ്രസ് ചെയ്തെടുത്തു. നല്ല വേദന ഉണ്ടായിരുന്നു. ജസ്റ്റ് അങ്ങനെ പ്രസ് ചെയ്യുന്ന ടൈമിൽ ഒരു വേദന ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഒരു ത്രെഡ് ഇട്ടിട്ട് അത് ഇനി പുറത്തേക്ക് എടുക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്തത് ടൈറ്റാനിയത്തിൻ്റെയാണ് ഞാൻ ചെയ്തത്. ടൈറ്റാനിയം സ്റ്റഡാണ് ഞാൻ ചെയ്തത്. മൊത്തം എനിക്ക് പേയ്മെൻറ്റ് ആയത് 150 dirhams ആണ്. ഇത് കരാമ സെൻറ്ററിലാണ് ഞാൻ ചെയ്തത്. കരാമ സെൻറ്ററിൽ ഇവരുടെ ഷോപ്പുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ചെയ്തു തരും. മലയാളീസാണ്. ആ ചേച്ചി മലയാളിയാണ്. എന്നോടെല്ലാം സംസാരിച്ചെല്ലാം മലയാളത്തിലാണ്. എനിക്ക് ഫൈനലായിട്ട് തോന്നിയത് ആ ലുക്ക് കണ്ടിട്ട് എനിക്കത് സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇനി അറിയില്ല എന്താണെന്നുള്ളത്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ചെയ്യണം. എനിക്ക് ഓൾറെഡി 3rd ഒരു സ്റ്റഡി ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇത് അടിക്കുമ്പോൾ വൃത്തികേടായിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാൻ ഇത്രയും നാൾ ചെയ്യാതിരുന്നത്. പിന്നെ ഞാനത് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഒരു ഇയർ മാത്രമാണ് ഞാൻ പ്രസ് ചെയ്തത്. ഒരു കാതിൽ മാത്രമായിട്ടാണ് ചെയ്തത്. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.